ഈ കാണുന്ന സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തിനു വേണമെങ്കിലും റിമോട്ട് കൺട്രോളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇതെവിടെ നിന്ന് വാങ്ങാൻ പറ്റും, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് റിമോട്ട് തുടങ്ങാം. ഇത് FlySkyയുടെ FSi6X എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു 10 ചാനൽ റിസീവറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരു RC പ്ലെയിനോ ഡ്രോണോ വല്ലതും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ റിമോട്ട്. ഇനി ഇതിൻ്റെ കൺട്രോൾസൊക്കെ വരുന്നത്, ഇത് ചാനൽ 1, ചാനൽ 2, ചാനൽ 3, ചാനൽ 4, ചാനൽ 5, 6, 7, 8, 9, 10. പിന്നെ ഈ കാണുന്ന ട്രിം സ്വിച്ചുകളാണ്. ഇതിൽ 4 വരുന്നുണ്ട്. ബാക്കി ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ ഫങ്ഷൻ സ്വിച്ചുകളാണ്. ഇതുപയോഗിച്ചാണ് നമ്മൾ ഓരോ പ്രോഗ്രാമുകളും സെറ്റ് ചെയ്യുന്നത്. ഇതൊരു ലിപ്പോ ബാറ്ററിയാണ്, ലിഥിയം പോളിമർ, 2200 mAh 3 സെൽ ബാറ്ററി. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം 3 സെല്ലുകളുണ്ട്. ഓരോ സെല്ലിലും 3.7 വോൾട്ട് വെച്ച് മൊത്തം 11.1 വോൾട്ട്. ലിപ്പോ ബാറ്ററി സെലക്ട് ചെയ്യാൻ നേരത്ത് C റേറ്റിംഗ് കൂടിയ ബാറ്ററികളായിരിക്കും എപ്പോഴും നല്ലത്. ഇനി വേണ്ടതൊരു ബ്രഷ്ലെസ് മോട്ടോറാണ്, BLDC മോട്ടോർ. ഇത് 2200 kV ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ കറക്കത്തിൻ്റെ സ്പീഡിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു റേസിംഗ് ഡ്രോണോ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ പ്ലെയിനോ ഒക്കെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ KV റേറ്റിംഗ് കൂടിയ ഒരു മോട്ടോർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവയ്ക്ക് RPM കൂടുതലായിരിക്കും. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ഇഞ്ച് പ്രൊപ്പല്ലറാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പ്രൊപ്പല്ലറിനെ പിടിച്ച് കറക്കാൻ അത്യാവശ്യം നല്ല ടോർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് KV റേറ്റിംഗ് കുറഞ്ഞ മോട്ടോർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ESC ആണ്, ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോളർ. ഇതാണ് നമ്മുടെ മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇതൊരു 40 ആംപിയറിൻ്റെ ESC ആണ്. ESC സെലക്ട് ചെയ്യുന്നത് എപ്പോഴും മോട്ടോറിനെ അടിസ്ഥാനമാക്കിയാണ്. നമ്മളൊരു മോട്ടോർ വാങ്ങാൻ നേരത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ ഉണ്ടാവും ഈ മോട്ടോറിന് ഇത്രയും ESC മിനിമം വേണമെന്ന്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ മോട്ടോറിന് 30 ആംപിയർ ESC ആണ് മിനിമം വേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 35ഓ 40ഓ വരുന്ന ESC എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വേണ്ടത് സെർവോ മോട്ടോറാണ്. ഇത് മൈക്രോ സെർവോയാണ്. സെർവോ മോട്ടോർ സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ മെറ്റൽ ഗിയർ വരുന്ന സെർവോ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണൊന്ന് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ മോട്ടോർ ESCയുമായിട്ട് കണക്ട് ചെയ്യാം. ഇതിന് നമുക്ക് പൊളാരിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇതിലെ സെൻറ്റർ വയർ സെൻറ്ററിൽ തന്നെ കണക്ട് ചെയ്യാം. ബാക്കി രണ്ടും 2 വശങ്ങളിലായിട്ട് കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ ഈ ESCയിൽ നിന്ന് വരുന്ന ചെറിയ വയറുകളാണ് നമ്മുടെ റിസീവറിനെ പവർ ചെയ്യുന്നത്. ഇതിൽ ഈ മഞ്ഞ വയറാണ് സിഗ്നൽ വയർ. അത് റിസീവറിൽ നോക്കിയാൽ കാണാൻ പറ്റും സിഗ്നൽ പ്ലസ് ആൻഡ് മൈനസ് മാർക്ക് ചെയ്തേക്കുന്നത്. സിഗ്നൽ വയർ മുകളിൽ വരുന്ന രീതിയിൽ ചാനൽ 3യിൽ കണക്ട് ചെയ്യുക. കാരണം ചാനൽ 3 ആണ് നമ്മുടെ ത്രോട്ടിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ റിസീവറുമായിട്ട് സെർവോ മോട്ടോർ കണക്ട് ചെയ്യാം. സെർവോ മോട്ടോർ നമുക്ക് ഇതിൽ ഏത് ചാനലിൽ വേണമെങ്കിലും കണക്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ESCയുമായി നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ട്രാൻസ്മിറ്റർ റിസീവറുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. ഇനി നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ മോട്ടോർ കറങ്ങുന്നത് കാണാം. അതുപോലെ തന്നെ സെർവോസും വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്കാവുന്നുണ്ട്. ഞാനിതിൽ ഒട്ടുമിക്ക സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത് robo.in എന്ന് പറയുന്നൊരു സൈറ്റിൽ നിന്നാണ്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമ്മൾ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ വീഡിയോയിൽ കാണാം.